നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലോകത്തിന്റെ ഇന്ധന ഞരമ്പെന്നറിയപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ഓരോ ചരക്ക് കപ്പലുകൾക്കും ഇനിയുള്ള യാത്ര അത്ര സുഖകരമായിരിക്കില്ല. മറ്റൊന്നുമല്ല, ഇനി അതുവഴി കടന്നു പോകുന്ന ഓരോ കപ്പലിൽ നിന്നും ഇറാൻ ഈടാക്കാൻ പോകുന്നത് $2 മില്യൺ, അതായത് ഏകദേശം 18,76,00,000 രൂപ വീതമാണ്. ഇറാന്റെ ഈ ഒരു പുതിയ നീക്കത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇറാൻ ഇന്റർനാഷണൽ ആണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യയിലെ സംഘർഷം അതിൻ്റെ ഏറ്റവും ഗുരുതരമായ ഘട്ടങ്ങളിലേക്കാണ് കടന്നു പോകുന്നത്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും സംയുക്ത സൈനിക നീക്കങ്ങൾക്കെതിരെ ഇറാൻ ശക്തമായ പ്രതിരോധ നിലപാട് സ്വീകരിച്ചിരിക്കുമ്പോൾ ഈ യുദ്ധം ഇനിയൊരു സാധാരണ സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, ആഗോള സാമ്പത്തികവും ഊർജ സുരക്ഷയും നേരിട്ട് ബാധിക്കുന്ന ഒരു തന്ത്രപ്രധാന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര ഗതാഗത പാതകളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് വീണ്ടും ആഗോള ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഇറാനിയൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ സമിതി അംഗമായ അലായുദ്ദീൻ ബോറോജഡി ഉന്നയിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രധാന അവകാശവാദമാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. സംഘർഷബാധിതമായ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ചില വ്യാപാര കപ്പലുകളിൽ നിന്ന് ഏകദേശം $2 മില്യൺ വരെ ഫീസ് ഈടാക്കാനുള്ള നീക്കമാണ് ഇറാൻ പരിഗണിക്കുന്നതെന്നതാണ് ഈ റിപ്പോർട്ട്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനെ അദ്ദേഹം സ്വാഭാവികമായ നടപടിയായി വിശേഷിപ്പിച്ചതായിട്ടാണ് അറിയപ്പെടുന്നത്. യുദ്ധം തുടരുന്നതിനാൽ രാജ്യത്തിന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നതും അതിനാൽ തന്നെ തന്ത്രപ്രധാനമായ ജലപാതയിൽ നിയന്ത്രണം ഉപയോഗപ്പെടുത്തുന്നതും ഒരു അവകാശമായി ഇറാൻ കാണുന്നതായാണ് ഈ നിലപാട് സൂചിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു മാസത്തോട് അടുക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സാമ്പത്തികമായിട്ടും ഇറാൻ തകരുന്ന ഒരവസ്ഥയുണ്ട്. ആ സാമ്പത്തിക നഷ്ടം ഹോർമുസ് കടലിടുക്കിലൂടെ ലാഭം കൊയ്യാം എന്നുള്ള കണക്കുകൂട്ടലാണ് ഇറാൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ തങ്ങളുടെ സ്വാധീനം ഉപയോഗപ്പെടുത്തി ട്രാൻസിറ്റ് ഫീ എന്ന നിലയിലാണ് ഇറാൻ ഈ തുക പിരിച്ചെടുക്കുന്നത്. യുദ്ധ ചെലവുകൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിയെന്നും ഇറാൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ സമിതി അംഗം അലാവുദ്ദീൻ ബോറോജഡി സ്ഥിരീകരിച്ചു. തന്ത്രപ്രധാനമായ ഈ ജലപാതയിൽ രാജ്യത്തിന്റെ അധികാരവും കരുത്തും പ്രകടിപ്പിക്കാനാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 48 മണിക്കൂറിനുള്ളിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം. ശത്രുക്കൾക്കൊഴികെ മറ്റെല്ലാവർക്കും ഹോർമുസ് തുറന്നു നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കിയിരുന്നു. സ്വന്തം മണ്ണ് നശിപ്പിക്കാൻ തുനിയുന്നവർക്ക് പാത തുറന്നു കൊടുക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസിലൂടെ കടന്നു പോകാനും ഇറാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ജപ്പാൻ കപ്പലുകളെയും കടത്തിവിടാൻ തയ്യാറാണെന്നും ടെഹ്റാൻ അറിയിച്ചു. എന്നാൽ മാർച്ചിലെ ആദ്യ വാരം മുതൽ ഈ പാത ഭാഗികമായി തടസ്സപ്പെട്ടത് ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഹോർമുസിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ലാഭം കൊയ്യാൻ കൂടി ഈ ഒരു അവസരത്തെ മുതലെടുക്കുകയാണ്. അതേസമയം തന്നെ മറ്റുള്ള രാജ്യങ്ങൾ അതുവഴി തങ്ങളുടെ ചരക്ക് കപ്പലുകൾ നീക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്ന് നോക്കിയിരുന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ഇളവ് ഇറാൻ നൽകുന്നത്. അതേസമയം തന്നെ ഇതെല്ലാം തന്നെ 48 മണിക്കൂറിൽ ഹോർമുസ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ പല ഊർജ്ജ കേന്ദ്രങ്ങളും ആക്രമിക്കുമെന്ന് പറഞ്ഞ ട്രംപിന്റെ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. മറ്റൊന്നല്ല, ട്രംപിന്റെ ആരോഗ്യനിലയെ സംബന്ധിച്ചുള്ള ചില വീഡിയോയാണിത്. 79കാരനായ ട്രംപിന്റെ ആരോഗ്യനില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മാർച്ച് 21 ട്രംപ് ഫ്ലോറിഡയിൽ എത്തിയപ്പോൾ പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. ദൃശ്യങ്ങളിൽ ട്രംപ് വളരെ ശ്രദ്ധയോടെ പതുക്കെ വിമാനത്തിൽ നിന്ന് പടികൾ ഇറങ്ങുന്നത് കാണാം. താഴെ എത്തുന്നതിന് മുൻപ് ഒരു സ്റ്റെപ്പിൽ കുറച്ചു നേരം നിൽക്കുന്നതും കാണാം. ട്രംപ് കൂടുതൽ പ്രായമുള്ളയാളായിരിക്കുന്നു. അദ്ദേഹം ക്ഷീണിതനാണ്. പടികൾ ഇറങ്ങാൻ പോലും അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരാൾ കുറിച്ചത്. ട്രംപിന്റെ മുഖത്ത് ക്ഷീണമുണ്ടെന്നും അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നില്ലെന്നും എല്ലാം പലരും വീഡിയോയിൽ കമന്റ്
കമന്റ് ചെയ്യുന്നുണ്ട്. പിന്നാലെയാണ് ഇപ്പോൾ ട്രംപിന്റെ ആരോഗ്യനിലയെ പറ്റി വീണ്ടും ചർച്ചകൾ വന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കസേരയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ട്രംപിന്റെ മറ്റൊരു വീഡിയോയും പ്രചരിച്ചിരുന്നു. മേശയുടെ ഇരുവശങ്ങളിലും പിടിച്ച് കസേരയിൽ ഇരിക്കുന്നതും ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചുമെല്ലാം നേരത്തെ ചർച്ചകൾ ഉണ്ടായിരുന്നു. പിന്നാലെ അദ്ദേഹത്തിന് കണ്ണങ്കാലിൽ നീർവീക്കം, തൊലിയിൽ നിറവ്യത്യാസങ്ങൾ എന്നിവയുണ്ടെന്നും ആരോഗ്യ പ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ട്രംപിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളൊന്നും ഇതുവരെയും US ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. അതേസമയം ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ ഊർജ്ജ വിനിമയത്തിന്റെ ഹൃദയഭാഗമാണ്. അവിടെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ മുഴുവൻ ഒരു ശ്രദ്ധ. കാരണം എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്? അവിടെ ഒരു യുദ്ധക്കളമായി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളായിരിക്കും ഇറാനെ സംബന്ധിച്ചും ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും അവിടെ വെച്ചുകൊണ്ട് ഒരു ആക്രമണത്തിനായിട്ട് ട്രംപ് മുതിർന്നിട്ടില്ല. കാരണം അത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലേക്കുമുള്ള ചരക്ക് ഗതാഗതത്തെ അത് ബാധിക്കും. അത് പിന്നീട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹോർമുസിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങളെ സസൂക്ഷ്മം തന്നെ അമേരിക്ക വിലയിരുത്തുന്നത്. ആഗോളമായി ഉപയോഗിക്കുന്ന എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെയും ഏകദേശം 1/5 ഭാഗം ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയ ഇടപെടലുകൾ പോലും ലോക വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാം. മാർച്ച് ആദ്യ വാരത്തിൽ തുടങ്ങിയ സംഘർഷങ്ങൾ മൂലം ഈ കടലിടുക്ക് ഫലപ്രദമായി നിയന്ത്രിത മേഖലയായി മാറിയതോടെ കപ്പൽ ഗതാഗതം വലിയ തോതിൽ ബാധിക്കപ്പെട്ടു. ഇതിന്റെ പ്രതിഫലനം ഇന്ധന വിലകളിൽ നേരിട്ട് പ്രകടമായി. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വില വർധനവിനും കാരണമായി. എന്നിരുന്നാലും ഇറാൻ സ്വീകരിച്ചിരിക്കുന്ന സമീപനം പൂർണ്ണമായ അടച്ചുപൂട്ടലല്ലെന്ന സൂചനകളുമുണ്ട്. ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞതനുസരിച്ച് ശത്രുക്കളുടെയും അവരുടെ ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവരുടെയും കപ്പലുകൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഒരു തരം തിരഞ്ഞെടുക്കപ്പെട്ട നിയന്ത്രണമാണ് നടപ്പിലാക്കുന്നതെന്ന് കാണാം. ചില രാജ്യങ്ങളുമായി ബന്ധം നിലനിർത്തുന്നതിനും തന്ത്രപരമായ നയതന്ത്ര നീക്കങ്ങൾക്കുമായി ഇറാൻ ഈ മാർഗം ഉപയോഗിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളും ഈ പശ്ചാത്തലത്തിൽ ശ്രദ്ധേയമാണ്. ഇന്ത്യൻ പതാകയുള്ള LPG കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകാൻ അനുമതി നൽകിയതായ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇറാൻ ചില രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായും കാണപ്പെടുന്നു. അതേസമയം മറ്റു ചില രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്കുതർക്കം അപകടകരമായ ഉയരങ്ങളിൽ എത്തിച്ചേരുകയാണ്. ഇപ്പോൾ സ്ഥിതി കൂടുതൽ കടുപ്പപ്പെട്ടു എന്ന് തന്നെ വേണം പറയാം. അമേരിക്കയുടെ പല നീക്കങ്ങളും മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ വ്യാപകമായ സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന മുന്നറിയിപ്പും ഉയർന്നിട്ടുണ്ട്. ഇതിലും ഗൗരവകരമായ മുന്നറിയിപ്പാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം ഉണ്ടായാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുമെന്നും അതുപോലെ തന്നെ GCC രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം അതിശക്തമായി തന്നെ അഴിച്ചുവിടുമെന്നുള്ള മുന്നറിയിപ്പാണ് IRGC നൽകിയിരിക്കുന്നത്. സമുദ്ര ഗതാഗതത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഏതായാലും ഈ മേഖലകളിൽ നടക്കുന്ന ആക്രമണങ്ങൾ ആളുകളുടെ മരണത്തിനും ഇടയാക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇനി ഒരു സാധാരണ സമുദ്രപാതയല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയവും സാമ്പത്തികവും ശക്തി പരീക്ഷണത്തിന്റെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സൈനിക ശക്തി, സാമ്പത്തിക സമ്മർദ്ദം, നയതന്ത്ര നീക്കങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് കലർന്ന ഒരു തരത്തിലുള്ള സംഘർഷമാണ് ഇവിടെ രൂപപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഓരോ നീക്കവും ലോകത്തിന്റെ ഭാവിയെ സ്വാധീനിക്കാൻ കഴിയുന്നവയാണ് എന്നതും വ്യക്തമാണ്.